ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ നിന്ന് നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഗെയിമിംഗ് കണ്ടന്റ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിമിംഗ് കണ്ടന്റ് തന്നെയാണ്. അതെ ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ കറന്റ് കളിക്കാൻ പറ്റുന്ന പുതിയതായിട്ടുള്ള 5 ഹൈ ഗ്രാഫിക്സ്, വേറെ ലെവലുള്ള ഗ്രാഫിക്സ് ഗെയിമുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അധികം പറഞ്ഞ് സമയം കളയാനുള്ള ഗെയിമുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഫ്രണ്ട്സ്. ഇതിന്റെ ചില ഗെയിമുകൾ കണ്ടു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഗെയിമാണെന്ന് നമുക്ക് ഡൗട്ട് അടിക്കും, കാരണം അത്ര ഗ്രാഫിക്സ് ആ ഗെയിമുകൾക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഇതുപോലത്തെ അടിപൊളി ഗെയിമിംഗ് റിലേറ്റഡും ടെക് റിലേറ്റഡ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്പർ 5 അൺബിലീവബിൾ. അതെ ഫ്രണ്ട്സ്, അൺബിലീവബിൾ എന്നുള്ള ഗെയിമാണ് നമ്മൾ നമ്പർ 5 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിന്റെ ഗ്രാഫിക്സും സെക്കൻഡ് ഇതിന്റെ സൈസും ആണ്. ഈ ഒരു ഗ്രാഫിക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര MB ഉണ്ടാവും ഗസ് ചെയ്യാൻ പറ്റുമോ ഫ്രണ്ട്സ്? വെറും 800 MBക്കുള്ളതാണ് ഫ്രണ്ട്സ് ഇമാതിരി ഗ്രാഫിക്സ് ഈ ഒരു ഗെയിമിന് കൊടുത്തിരിക്കുന്നത്. ഇത് പറയുകയാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് ഗെയിം ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ഗ്രാഫിക്സിൽ വരുന്ന ഒരു ഷൂട്ടിംഗ് ഗെയിം. അതുപോലെ തന്നെ ഇതിന്റെ ഗെയിം മോഡ് എന്ന് വെച്ചാൽ ഇത് POV ആണ്. നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈയും ഗണ്ണും മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, നമ്മുടെ വാലറന്റ് ഒക്കെ പോലെ. അതുപോലെ നമ്മൾ എനിമീസിനൊക്കെ വെടിവെച്ച് മുന്നോട്ട് പോകണം. പിന്നെ ഇതൊരു ഓൺലൈൻ ഗെയിം അല്ല, ഇതൊരു ഓഫ്ലൈൻ ഗെയിം ആണ്. എന്തായാലും ഫ്രണ്ട്സ് സംഭവം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷൂട്ടിംഗ് ഗെയിം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഗെയിമാണ് അൺബിലീവബിൾ. ഇനി റേസിംഗ് ഗെയിമുകളൊക്കെ ഇഷ്ടമുള്ളവര് കമോൺ, നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് റേസിംഗ് ഗെയിം ആണ്. ഗ്രാൻഡ് വെലോസിറ്റ റിയൽ ഡ്രൈവിംഗ് എന്നാണ് ഫ്രണ്ട്സ് ഈ ഒരു ഗെയിമിന്റെ പേര്. ഈ ഒരു ഗെയിം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ജൂലൈ 30 ഈ ഒരു ഗെയിം റിലീസ് ആവാൻ വേണ്ടി പോകുന്നത്. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിം ഞാൻ ഈ ഒരു വീഡിയോയിൽ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു ഗ്രാഫിക്സ് ആണ്. ഒറ്റ ലുക്കി കാണുമ്പോൾ നമ്മൾക്ക് ഗ്രാൻഡ് ടൂറിസ്മോ ആണോ എന്ന് ഡൗട്ട് അടിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഗെയിം മോഡ് ആയാലും ഏകദേശം ഗ്രാൻഡ് ടൂറിസ്മോ ആയിട്ട് മാച്ച് ആവുന്ന രീതിയിലാണ് വരണേന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ, അതുപോലെ തന്നെ എത്ര സൈസ് കാണുന്നത്. എന്റെ ഒരു ഗസ് വെച്ച് ഇത് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ടാവും. അതുപോലെ തന്നെ എന്തായാലും ഒരു 2 GB മേലെ ഒരു ഗെയിം ഉണ്ടാവും ഇതിന്റെ ഗ്രാഫിക്സ് കണ്ടിട്ട്. എന്തായാലും ഫ്രണ്ട്സ് ഇത് കൊള്ളാം, അത്യാവശ്യം നല്ല രീതിക്ക് റിയലിസ്റ്റിക് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഗെയിം കണ്ടിട്ട്. അപ്പൊ ജൂലൈ 30 ഒരു ഗെയിം റിലീസ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രീ ഓർഡർ അല്ലെങ്കിൽ പ്രീ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയാൽ മതി. അപ്പോൾ റേസിംഗ് ഗെയിം ഇഷ്ടമുള്ളവർ വെയിറ്റ് ചെയ്തു. ജൂലൈ 30 ഒരു കിടുക്ക് ഐറ്റം വരുന്നുണ്ട്. ഇനി നമ്പർ 3 നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന കോമ്പാറ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓൺലൈൻ ഷൂട്ടിംഗ് ഗെയിം ആണ് ഫ്രണ്ട്സ് നമ്പർ 3 ആയിട്ട് നിൽക്കുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ ഗ്രാഫിക്സ് തന്നെയാണ്. ഏകദേശം 1.5 GB നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് സാധിക്കും. ഇത് കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ ഗെയിം ആണ്. പിന്നെ ഫ്രണ്ട്സ് ഇതിന്റെ ഗണ്ണിന്റെ ഫിസിക്സും അതുപോലെ ഗണ്ണ് പിടിക്കുന്ന രീതി, ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രാഫിക്സും അതുപോലെ തന്നെ ആ ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് ഈ ഒരു ഗെയിമിൽ കൊടുത്തിട്ടുണ്ട്. POV ഗെയിം ആണ്, പക്ഷെ നമുക്ക് നല്ല രീതിക്ക് കളിക്കാൻ പറ്റും. പിന്നെ നല്ല സ്കില്ല് വേണം കേട്ടോ. നമുക്ക് ചുമ്മാ കളിച്ചിരിക്കാൻ വരുന്ന ഗെയിം അല്ല. നമ്മുടെ പബ്ജിയും കോൾ ഓഫ് ഡ്യൂട്ടിയും വാലറന്റ് ഒക്കെ കളിക്കുന്ന പോലെ നല്ല സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഗെയിമിൽ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഓൺലൈൻ ഷൂട്ടിംഗ് ഗെയിം നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഗെയിം തന്നെയാണ് കോമ്പാറ്റ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു GTA മൂഡുള്ള ഒരു ഗെയിമാണ്. അതെ ഫ്രണ്ട്സ്, 157 ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് വെറും 450 MB വരുന്ന ഒരു ഗെയിമാണ് നിങ്ങളിവിടെ കാണുന്ന ഒരു ഗെയിം. ഇത് കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. പിന്നെ ഇതിന്റെ മാപ്പ് ചെറുതാണ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം വെറും 450 MB വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഗെയിം കാണുമ്പോൾ ഏകദേശം GTA 5 ഒക്കെ പോലെ നമുക്ക് ഏകദേശം തോന്നും. അത്ര ഗ്രാഫിക്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടി അത്യാവശ്യം തിരക്കേടില്ലാത്ത ഗ്രാഫിക്സ് ഈ ഒരു ഗെയിമിന് ഇവർ കൊടുത്തിട്ടുണ്ട്. അത് 450 MBക്കുള്ളിൽ. ഇതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ബൈക്ക് ഇതുപോലെ ഡ്രിഫ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ കാർ ഉപയോഗിക്കാം. അതുകൂടാണ്ട് ആരെങ്കിലൊക്കെ വെടിവെച്ച് കൊല്ലാം. ചുരുക്കം പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഓപ്പൺ വേൾഡ് ഗെയിം ആണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും ഇതിൽ ഫുൾ മാപ്പ് ഒന്നും കിട്ടൂല. അതൊരു ചെറിയ മാപ്പാണ്, നമുക്ക് അതിന്റെ ഉള്ളിലേ കളിക്കാനായിട്ട് പറ്റുള്ളൂ. എങ്കിലും തിരക്കേടില്ലാത്ത അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ് 157 ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്പർ 1 ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന ഗെയിമാണ് ഫ്രണ്ട്സ് ഒരു 1.5 ഗ്രാഫിക്സ് ഗെയിം. ഈ ഒരു ഗെയിം കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഇത് PC ഗെയിം ആണെന്ന് പറഞ്ഞേ നിൽക്കും. അവർ വേണമെങ്കിൽ വാദിക്കും ഇത് PC ആണ്, ഫേക്ക് ആണ്, മൊബൈലിൽ കളിക്കാൻ പറ്റില്ലെന്ന്. കാരണം അത്രയ്ക്ക് ഗ്രാഫിക്സ് ഈ ഒരു ഗെയിമിനുണ്ട്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. അത് ഫ്രണ്ട്സ് നമ്മുടെ അസാസിൻ ക്രീഡ് മിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിമാണ് ഫ്രണ്ട്സ്. ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള മൊബൈൽ ഗെയിം. ഈ ഒരു ഗെയിം ഞാൻ ഹൈ ഗ്രാഫിക്സ് ആയിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PC-യിൽ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സെയിം ഫീല് നമുക്ക് മൊബൈലിൽ കളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഒരു മോഷൻ ഗ്രാഫിക്സ്, അതുപോലെ ആ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ. അതുകൂടാണ്ട് ഈ ഒരു ഗെയിമിന്റെ ഫിസിക്സ് നോക്കിയാലും ശരിക്കും അടിപൊളിയാണ്. പാർക്ക് ഓവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ഗെയിം ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരിക്കും ഫ്രണ്ട്. പിന്നെ ഈ ഒരു ഗെയിമിലുള്ള ഡ്രോബാക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രോബാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ഗെയിമിന്റെ സൈസും ആണ്. പിന്നെ ഈ ഒരു ഗെയിം ഫ്രീ അല്ല, ഇതൊരു പെയ്ഡ് ഗെയിം ആണ്. പിന്നെ ഇതിന്റെ സൈസ് ഏകദേശം ഫ്രണ്ട്സ് 20 GB പ്ലസ് ഈ ഒരു ഗെയിമിന്
വരുന്നുണ്ട്. അത്രത്തോളം നമ്മൾ ഡൗൺലോഡ് ചെയ്താലേ ഒരു ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഇത് PC ഗെയിമിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് മൊബൈലിലേക്ക് എടുത്തതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം 20 GB ഗെയിം. ഞാനൊക്കെ ഫ്രണ്ട്സ് എൻ്റെ ചെറുപ്പത്തിൽ മാക്സിമം കളിച്ചിരിക്കുന്നത് ഒരു 500 MB അല്ലെങ്കിൽ ഒരു 200 MB അത്രയൊക്കെ തന്നെ പറയുമ്പോൾ അത് ഭയങ്കര വലിയ സൈസായിരുന്നു. ഇപ്പോൾ 20 GB എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാരമാണ്, പിള്ളേർ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പാർക്കോവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പറ്റിയ ഗെയിമാണ് ഫ്രണ്ട്സ്. അടിപൊളി സ്റ്റോറി മോഡാണ്, അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. അത്യാവശ്യം ലാഗില്ലാണ്ട് നല്ല ഫോണാണെങ്കിൽ, നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അസാസിൻസ് ക്രീഡ് മിറാജ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഫ്രണ്ട്സ് നമ്മൾ നമ്പർ 1 ആയിട്ട് എടുത്തിരിക്കുന്ന മൊബൈൽ ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പെയ്ഡാണ്, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ ടോപ്പ് 5 ഹൈ ഗ്രാഫിക്സ് ഗെയിം നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു വീഡിയോ ചെയ്തതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. പിന്നെ ഈ ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ ലിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പുറത്തൊരു ഒരു ലിങ്ക് ഉണ്ടാവില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ പണി വാളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.